യെസ്, ഹലോ എവ്രി വൺ. ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാല് ആസ് യു നോ ഹീസ് എ പേഴ്സൺ. ഒരു മിനിറ്റ് എന്റെ പെണ്ണെന്ന് ചെറിയൊരു കംപ്ലൈന്റ്. യെസ്, ശരി, ഓക്കെ. സോ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാല് ഹീസ് എ പേഴ്സൺ ഹു മാനേജസ് ദ അഫയേഴ്സ് ഓഫ് ദ കമ്പനി, അല്ലെ? അതായത് കമ്പനിയുടെ ഡിസിഷൻസ് അയാളാണ് മെയിനായിട്ട് എടുക്കുന്നത്. നമ്മൾ കുറെ പേര് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ആ പൈസ ഒക്കെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഡയറക്ടേഴ്സ് ആണ്. സോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഒരു കമ്പനിയെ സംബന്ധിച്ചോളം ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ദ ലോ ഇമ്പോസസ് സർട്ടൻ ഡ്യൂട്ടീസ് ഓൺ ദം. അതായത് ഡയറക്ടറിന്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എന്ന് സെക്ഷൻ 166 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. ക്ലിയർ? അതിലെ ആദ്യത്തെ ഡ്യൂട്ടി എന്താന്ന് നമുക്ക് നോക്കാം. ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് the articles of the company. അതായത് ഒരു കമ്പനിക്ക് ഒരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഉണ്ട്. അതായത് AOA, അല്ലെ? AOA എന്ന് നമ്മൾ പറയും. ഈ AOA എന്ന് പറഞ്ഞാൽ അതിൽ കൃത്യമായിട്ട് ഉണ്ടാവും ഇന്റേണൽ റൂൾസ് ഓഫ് ദ കമ്പനി. ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, ഏത് രീതി ചെയ്യണം എന്നൊക്കെ ഒരു ഇന്റേണൽ റൂൾസ് ഉണ്ടാവും. അപ്പൊ ഡയറക്ടറിന് അതിനെ വയലേറ്റ് ചെയ്തുകൊണ്ട്, ഈ റൂൾസിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. അതാണ് ഇതിൽ പറയുന്നത്. ഹി മസ്റ്റ് ആക്ട് അക്കോർഡിംഗ് ടു ദ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. ഓരോ കമ്പനിക്ക് ഒരു AOA ഉണ്ടാവും. അതിനനുസരിച്ച് വേണം ഒരു ഡയറക്ടർ അയാളുടെ ഡ്യൂട്ടീസ് പ്രവർത്തിക്കാൻ. ഓക്കെ. അത് സപ്പോസ് ഇപ്പൊ ആർട്ടിക്കിളിൽ പറയാണ് ബോർഡ് അപ്രൂവൽ വേണം ഒരു പ്രോപ്പർട്ടി വിൽക്കാൻ എന്ന് പറയുന്നത്. പക്ഷെ ഒരു ഡയറക്ടർ സെൽസ് പ്രോപ്പർട്ടി വിത്തൗട്ട് ബോർഡ് അപ്രൂവൽ, അങ്ങനെ വരുമ്പോൾ ഈ വയലേറ്റ്സ് ഹിസ് ഡ്യൂട്ടി. അതാണ് പറയുന്നത്. സോ ഹി മസ്റ്റ് ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ആർട്ടിക്കിൾസ് ഓഫ് ദ കമ്പനി, AOA, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഓഫ് ദ കമ്പനി. അതിൽ കൃത്യമായിട്ട് ഒരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ള റൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടാവും. ആ റൂൾസ് പ്രകാരമായിരിക്കണം ഒരു ഡയറക്ടർ പ്രവർത്തിക്കേണ്ടത്. ഓക്കെ. ഇനി രണ്ടാമത്തത്, he must act in good faith to promote the objectives of the company. അതായത് ഡയറക്ടേഴ്സ് വളരെ സത്യസന്ധതയോടുകൂടെ പ്രവർത്തിക്കണം. പിന്നെ കമ്പനിയുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം. അവരുടെ ആക്ഷൻ കൊണ്ട് കമ്പനിക്ക്, അതേപോലെ ഷെയർ ഹോൾഡേഴ്സിന്, എംപ്ലോയീസിന്, കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, അതേപോലെ എൻവയോൺമെന്റ്, അതിനൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവണം. ആ രീതിയിൽ വേണം ഒരു ഡയറക്ടർ പ്രവർത്തിക്കാൻ. വളരെ സത്യസന്ധതയോടെയും കമ്പനിയുടെ ഇൻട്രസ്റ്റ് എല്ലാം സംരക്ഷിച്ചുകൊണ്ടും, അതേപോലെ തന്നെ അയാളുടെ ആക്ഷൻസ് കൊണ്ട് അവർ കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന്, കമ്പനിക്ക് തന്നെ, ജീവനക്കാർക്ക്, കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ, ആ സൊസൈറ്റിക്ക്, അതേപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റിനും ഒന്നും ദോഷം വരാത്ത രീതിയിൽ നല്ല രീതിയിൽ വേണം അയാൾ പ്രവർത്തിക്കാൻ. ഒരു ഡയറക്ടർ ഒരിക്കലും അയാളുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടി മാത്രമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു ഡയറക്ടർ ഒരു റോ മെറ്റീരിയൽ അയാളുടെ റിലേറ്റീവിന്റെ ഒരു കമ്പനിയിൽ നിന്ന് വാങ്ങുന്ന വെക്കാം. അവിടെ 1 lakh rupees ആണ്. ഓക്കെ. പക്ഷെ വേറെ 80,000 ഒക്കെ ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അയാൾ റിലേറ്റീവിന്റെ കമ്പനിയിൽ തന്നെ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ കമ്പനിക്ക് എന്ത് പറ്റി? കമ്പനിക്ക് 20,000 നഷ്ടമാണ്. അപ്പൊ ബെസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ദ കമ്പനി ആണോ? അല്ല. സോ ആ രീതിയിൽ ഗുഡ് ഫെയ്ത്തിൽ വേണം നമ്മുടെ ഡയറക്ടർ പ്രവർത്തിക്കാൻ. ഓക്കെ. പിന്നെ മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് exercise duties with due care, skill and diligence. ഓക്കെ. അത് പറഞ്ഞാല് ഒരു ഡയറക്ടർ അയാളുടെ വർക്ക് കൃത്യമായിട്ടും വളരെ ശ്രദ്ധയോടുകൂടിയും
അതേപോലെ തന്നെ ഉത്തരവാദിത്വം കൂടി ചെയ്യേണ്ടതാണ്. അവർ ആദ്യം തന്നെ എന്താണ് ആ വിഷയം എന്ന് മനസ്സിലാക്കണം, അതിന്റെ റിസ്ക് എന്താണെന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു അശ്രദ്ധ രൂപത്തിൽ അയാളുടെ ഡ്യൂട്ടീസ് ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ ഒരു വലിയ ലോൺ അപ്രൂവൽ ബോർഡ് ചെയ്യുകയാണെങ്കിൽ അപ്പൊ അതിന് ഡയറക്ടേഴ്സ് കൃത്യമായിട്ട് അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കണം. ആ ഒരു ലോൺ ആർക്കെ കൊടുക്കുന്ന ഒരു കമ്പനി ആണെങ്കിൽ അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കണം. അതേപോലെ അതിന്റെ റിസ്ക് പഠിക്കണം. ബിസിനസ് എന്ത് ബിസിനസ്സിനാണ് ലോൺ കൊടുക്കുന്നത്, ആ ബിസിനസ് വിജയിക്കുമോ ഇല്ലയോ എന്നൊക്കെ പരിശോധിക്കണം. ആ രീതിയിൽ, അല്ലാതെ ബ്ലൈൻഡ്ലി ഒരു ലോൺ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ലാക്ക് ഓഫ് ഡിലിജൻസ്. കൃത്യമായിട്ട് ഡ്യൂട്ടീസ് വിത്ത് ഡ്യൂ കെയർ ആൻഡ് സ്കിൽ ആൻഡ് ഡിലിജൻസ് വേണം ചെയ്യാനെന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സസൈസ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. അതായത് പറഞ്ഞത് എക്സസൈസ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. അതായത് ഡയറക്ടേഴ്സ് അവർക്ക് സ്വന്തമായിട്ട് ഡിസിഷൻ ഉണ്ടാക്കാനുള്ള ഒരു കപ്പാസിറ്റി ആണ്. അവരല്ലാതെ വേറെ ആരുടെയെങ്കിലും ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ടായിരിക്കരുത് അവരുടെ ഡിസിഷൻസ് മുഴുവൻ മേക്ക് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു പ്രൊമോട്ടർ അല്ലെങ്കിൽ ആ കമ്പനിയിൽ ഏറ്റവും കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർ, അവരുടെ ഒന്നും പ്രഷർ കൊണ്ട് ഡയറക്ടേഴ്സ് ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല. ഡയറക്ടേഴ്സ് മസ്റ്റ് ഡിസൈഡ് ഇൻഡിപെൻഡന്റ്ലി. ഇപ്പൊ ഒരു പ്രൊമോട്ടർ വന്ന് പറയാണ് ഒരു സർട്ടൻ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിൽ ഒരു പ്രൊജക്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയണം. അത് ഓബ്വിയസ്ലി കമ്പനിക്ക് അതുകൊണ്ട് നഷ്ടം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഡയറക്ടർ നിർബന്ധമായിട്ട് അതിനെ ഓപ്പോസ് ചെയ്യണം. ഓക്കെ, അത് ബെനിഫിഷ്യൽ അല്ല കമ്പനിക്ക് ഡയറക്ടറിന് തോന്നിയാൽ ഡയറക്ടർ കൃത്യമായിട്ട് അതിനെതിരായിട്ടുള്ള ഡിസിഷൻ തന്നെ എടുക്കണം. അല്ലാതെ പ്രൊമോട്ടറിന്റെ പ്രഷറിന് വഴങ്ങിയിട്ട് കാര്യങ്ങൾ ചെയ്യരുത്. അത് തന്നെയാണ് ഇവിടെ പറയുന്ന പോയിന്റ്, എക്സസൈസ് ഇൻഡിപെൻഡന്റ് ജഡ്ജ്മെന്റ്. ഓക്കെ, ഇനി 5th one, മനസ്സിലായിട്ട് ബോർഡ്. ഓക്കെ, കുഴപ്പമില്ല, കാണുന്നുള്ളൂ അല്ലേ? അപ്പൊ ഇനി അടുത്ത പോയിന്റ് എന്നത് അവോയ്ഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അവോയ്ഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. അതായത് ഒരു പേഴ്സണൽ ഇൻട്രസ്റ്റും കമ്പനി ഇൻട്രസ്റ്റും തമ്മിൽ ഒരു കോൺഫ്ലിക്ട് വരാതെ ഡയറക്ടർ എപ്പോഴും ശ്രദ്ധിക്കണം. ഇപ്പോ ഒരു ഉദാഹരണത്തിന് സപ്പോസ് ഒരു കമ്പനിക്ക് ഒരു മെഷീനറി പർച്ചേസ് ചെയ്യണം. എന്നിട്ട് ആ ഒരു ഇഫ് ദ ഡയറക്ടർ ഓൺസ് എ മെഷീനറി കമ്പനി, ഡയറക്ടറിന് ആ ഒരു മെഷീനറി കമ്പനി ഉണ്ടെന്ന് വെക്കുക, ആൻഡ് ആ മെഷീനറി കമ്പനി തന്നെ സപ്ലൈ ചെയ്യണം ടു കമ്പനി. അപ്പൊ കൃത്യമായിട്ട് അയാൾ ഡിസ്ക്ലോസ് ചെയ്യണം, ഈ ഒരു മെഷീനറി കമ്പനി എന്റെയാണ് എന്നുള്ള ഡിസ്ക്ലോഷർ ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും? റൈസസ് ദ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ്. ആ നിയമപ്രകാരം ഡയറക്ടറിന് അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കമ്പനിയോട് ഇൻ റിട്ടേൺ പറയണം, ഇത് എന്റെ കമ്പനിയാണ്, അത് അറിഞ്ഞുകൊണ്ട് കമ്പനി വാങ്ങണേ വാങ്ങിക്കോട്ടെ, പക്ഷെ അത് എന്റെ കമ്പനിയാണെന്ന് ഡിസ്ക്ലോസ് ചെയ്യാതെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. അതായത് ദാറ്റ് ഈസ് അവോയ്ഡ് കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് നോ അൺഡ്യൂ ഗെയിൻ ഓർ അഡ്വാൻറ്റേജ്. അതായത് ഒരു ഡയറക്ടർ അയാളുടെ പൊസിഷൻ ഒരിക്കലും പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി മിസ്യൂസ് ചെയ്യരുത്. ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പൊ ഒരു കമ്പനി ഡയറക്ടർ ആണെങ്കിൽ അയാൾക്ക് കമ്പനി എന്താ ചെയ്യാൻ പോകുന്നത് നേരത്തെ ധാരണ ഉണ്ടാവും. ഇപ്പൊ കമ്പനി ഒരു സർട്ടൺ ഏരിയയിൽ ഒരു വലിയ ലാൻഡ് പർച്ചേസ് ചെയ്യാൻ പോകണമെന്ന് വെക്കാം, അവിടെ എന്തെങ്കിലും യൂണിറ്റ് തുടങ്ങുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പരിസരത്തൊക്കെ ആ ലാൻഡിന്റെ വില കൂടും. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നത്? നേരത്തെ തന്നെ ആ കമ്പനി പ്ലാൻ ചെയ്തതിന് ചുറ്റുമുള്ള സ്ഥലങ്ങളിലൊക്കെ ലാൻഡ് വാങ്ങിച്ചിടുകയാണ്. എന്നിട്ട്
പിന്നീട് മറിച്ച് വിറ്റ് ലാഭം ഉണ്ടാക്കുക എന്നൊരിത് ആ രീതിയിൽ പാടില്ല. അപ്പൊ കമ്പനിയുടെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അയാൾക്ക് ഇൻസൈഡർ ആയിട്ട് കുറെ കമ്പനിയുടെ ഇൻഫർമേഷൻ കിട്ടും. അത് വെച്ചിട്ട് സ്വന്തം ലാഭത്തിന് വേണ്ടി പ്രവർത്തിക്കരുത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, പിന്നെ 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡയറക്ടർ cannot assign in his office. Director cannot assign his office. അതായത് ഒരു ഡയറക്ടറിന് അയാളുടെ പൊസിഷൻ ഒരിക്കലും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അത് ഡയറക്ടർഷിപ്പ് എന്ന് പറയുന്നത് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്. അയാളത് വേറൊരാൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയാൽ ഇറ്റ് ബിക്കംസ് ഇൻവാലിഡ്. ഉദാഹരണത്തിന് ഒരു ഡയറക്ടറിന് പ്രത്യേക പണിയുണ്ട്, അതുകൊണ്ട് അയാൾക്ക് അന്നത്തെ ബോർഡ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് പകരം എന്റെ ഫ്രണ്ടിനെ അയക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറ്റില്ല. ദാറ്റ് ഇസ് നോട്ട് അലൗഡ്. കാരണം അതൊരു പേഴ്സണൽ റെസ്പോൺസിബിലിറ്റിയാണ്, അയാൾക്ക് അത് വേറൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഡ്യൂട്ടീസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഈ ഡ്യൂട്ടീസ് ഒക്കെ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ദർ ഇസ് എ ഫൈൻ, പെനാൽറ്റി ഉണ്ട്. ഓക്കെ, അത് മിനിമം 1 lakh മുതൽ 5 lakh വരെ വേരി ചെയ്യാം. ഇറ്റ് വേരീസ് ഫ്രം 1 lakh to 5 lakhs. ഇത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സെക്ഷൻ 166 വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈൻ വിൽ ബി ദയർ ഫോർ ദ ഡയറക്ടർ. ഓക്കെ, ഇനി പവേഴ്സ് ഓഫ് ദ ബോർഡിനെ കുറിച്ചാണ് സെക്ഷൻ 179 പറയുന്നത്. ഇത് നമ്മൾ ഇൻഡിവിജ്വൽ ഡ്യൂട്ടീസ് ഓഫ് ദ ഡയറക്ടർ ആണ് നോക്കിയത്. ഇനി പവേഴ്സ് ഓഫ് ദ ബോർഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. പവേഴ്സ് ഓഫ് ബോർഡ് അത് പറയുന്നത് സെക്ഷൻ 179 ഓക്കെ, ഒരു കമ്പനിയുടെ എല്ലാ മേജർ പവേഴ്സും എക്സസൈസ് ചെയ്യുന്നത് ബോർഡ് തന്നെയാണ്. ഓക്കെ, പക്ഷെ ചില പവേഴ്സ് ഒക്കെ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു റെസൊല്യൂഷൻ പാസ്സാവണം. മീറ്റിംഗിൽ റെസൊല്യൂഷൻ നിങ്ങൾക്കറിയാം, 2 തരത്തിലുണ്ട്. സ്പെഷ്യൽ റെസൊല്യൂഷൻ ഉണ്ട്, നോർമൽ റെസൊല്യൂഷൻ ഉണ്ട്. 100 പേരിൽ 50 മുകളിൽ ആൾക്കാർ വോട്ട് ചെയ്ത് പാസ്സാവുന്നത് നോർമൽ റെസൊല്യൂഷൻ, 75% എങ്കിലും വേണമെന്ന് പറയുന്നത് സ്പെഷ്യൽ റെസൊല്യൂഷൻ. അങ്ങനെ ചില തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബോർഡിൽ വെച്ചിട്ട് റെസൊല്യൂഷൻ പാസ്സാക്കിയ ശേഷം മാത്രമേ ബോർഡിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു മേജർ പവേഴ്സ് ഓഫ് ദ എന്തൊക്കെയാണ് മേജർ പവേഴ്സ് ഓഫ് ദ ബോർഡ് നമുക്ക് നോക്കാം. ഇപ്പൊ ഒരു ഷെയർ ഹോൾഡർ ഒരു ഷെയർ ഫേസ് വാല്യൂ ഓഫ് ഷെയർ 100 രൂപയാണെന്ന് വെക്കാം. അതില് ഒരു ഷെയർ ഹോൾഡർ 60 രൂപ പേ ചെയ്തിട്ടുള്ളൂ, ബാക്കി 40 രൂപ വാങ്ങിക്കണം. അത് അതിന് ബാക്കി ചോദിക്കാൻ ഡിമാൻഡ് ചെയ്യാനുള്ള പവർ ബോർഡിനുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഒക്കെ പബ്ലിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് തിരിച്ചു വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് ദാറ്റ് ഈസ് ഓതറൈസ് ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ്. അതിനും ബോർഡിന് പവർ ഉണ്ട്. ബൈ ബാക്ക് ഓഫ് സെക്യൂരിറ്റീസ് തിരിച്ച് വാങ്ങുന്നതിന്. ഓക്കെ, പക്ഷെ ഈ ഒരു പെർട്ടിക്കുലർ പവർ ബോർഡ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് അപ്രൂവൽ വേണം. ബോർഡ് അപ്രൂവൽ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഓക്കെ, അതേപോലെ ഇഷ്യൂ സെക്യൂരിറ്റീസ്, ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ്. ബോർഡിന് തീരുമാനിക്കുക ഷെയർസ്, ഡിബഞ്ചേഴ്സ്, അതേപോലെ എന്തെങ്കിലും ഷെയർസ് ഒക്കെ ഇഷ്യൂ ചെയ്യാൻ ഇന്ത്യയിലോ ഔട്ട്സൈഡിലോ എവിടെ വേണമെങ്കിലും ചെയ്യാൻ. അതേപോലെ കമ്പനി എക്സ്പാൻഷന് വേണ്ടിയിട്ട് ബോറോ ചെയ്യാൻ the board can borrow funds for the company taking loan from bank. അതിന്റെയൊക്കെ തീരുമാനം എടുക്കാൻ ബോർഡിന് പറ്റും. പിന്നെ അതേപോലെ തന്നെ കമ്പനിയുടെ ഫണ്ട്സ് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം തീരുമാനിക്കാൻ അതിനുള്ള അധികാരം ബോർഡുണ്ട്. ബോർഡ് ഡിസൈഡ്സ് വേർ കമ്പനി മണി ഷുഡ് ബി ഇൻവെസ്റ്റഡ്. ഷെയർസിൽ വേണോ, ബോർഡ്സിൽ വേണോ, മ്യൂച്വൽ ഫണ്ട്സിൽ വേണോ, അതെല്ലാം തീരുമാനിക്കാനുള്ള അധികാരം ബോർഡിനുണ്ട്. അതേപോലെ തന്നെ ലോൺസ് ഓർ ഗ്യാരണ്ടീസ് കൊടുക്കാൻ അതിനുള്ള അധികാരം ബോർഡിനുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ എല്ലാ സാമ്പത്തിക വർഷം കഴിഞ്ഞാലും ഒരു കമ്പനിക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കുമല്ലോ. ആ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആദ്യം ബോർഡ് അപ്രൂവ് ചെയ്തിട്ട് മാത്രമേ ഷെയർ ഹോൾഡേഴ്സിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇപ്പൊ ഒരു March 31 ആകുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ എന്ത് ചെയ്യും, അതിന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ എന്ത് ചെയ്യും, ഓഡിറ്റ് ഒക്കെ നടക്കും. എന്നിട്ട് ആ ഓഡിറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആദ്യം കണ്ട് അപ്രൂവ് ചെയ്യേണ്ടത് ബോർഡാണ്. എന്നിട്ട് മാത്രമേ അത് ഷെയർ ഹോൾഡേഴ്സിനൊക്കെ പാസ് ഓൺ ചെയ്യുള്ളൂ. ഓക്കെ, അതേപോലെ തന്നെ ബിസിനസ്സിൽ എന്തെങ്കിലും ഡൈവേഴ്സിഫിക്കേഷൻ തുടങ്ങും. ഇപ്പൊ ഒരു ടെക്സ്റ്റൈൽ കമ്പനിയാണ്, അവർ റിയൽ എസ്റ്റേറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള പവർ ബോർഡിനുണ്ട് തീരുമാനിക്കാനുള്ളത്. അതേപോലെ 2 കമ്പനികൾ ഒന്നിച്ച് മെർജർ ആവാൻ, അമാൽഗമേഷൻ ആവാൻ, അല്ലെങ്കിൽ ഒരു വേറൊരു കമ്പനിന് ടേക്ക് ഓവർ ചെയ്യാൻ പറഞ്ഞാൽ അതിൽ 50% മുകളിൽ ഷെയർ പർച്ചേസ്. ഇപ്പൊ ഒരു എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ 60% ഷെയർ വാങ്ങിക്കഴിഞ്ഞാൽ മീൻസ് എ ടേക്സ് ഓവർ ബി അല്ലെ. അപ്പൊ അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കാനുള്ള പവർ ബോർഡിനുണ്ട്.
അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ, നിങ്ങൾക്കറിയില്ല ഇലക്ട്രൽ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ആ രീതിയിൽ കോൺട്രിബ്യൂഷൻ സബ്ജക്ട് ലീഗൽ റൂൾസ്, ഒബ്വിയസ്ലി ലീഗൽ റൂൾസ് ഉണ്ടാവും. രാഷ്ട്രീയ പാർട്ടികൾക്ക് പൈസ കൊടുക്കാൻ ഉള്ള, സംഭാവന കൊടുക്കാനുള്ള തീരുമാനം എടുക്കാനും ബോർഡിന് പവർ ഉണ്ട്. ബോർഡ് അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബോർഡിനാണ് അതിന് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു കീ മാനേജറൽ പേഴ്സൺ, സിഇഒ അല്ലെങ്കിൽ കമ്പനി സെക്രട്ടറി, മാനേജിംഗ് ഡയറക്ടർ, CFO, അവരെയൊക്കെ അവരുടെ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യാനും പുതിയ ആളിനെ അപ്പോയിന്റ് ചെയ്യാനും ഒക്കെ ഉള്ള നമുക്ക് ബോർഡ് അപ്രൂവൽ വേണം. ബോർഡാണ് അപ്പോയിന്റ് ചെയ്യുന്നത്. അതേപോലെ ഓഡിറ്റേഴ്സ്, ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഓഡിറ്റ് ചെയ്യണം. അങ്ങനെ ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നതും ആരാണ്? ഇറ്റ് ഈസ് ദ ബോർഡ്. ഓക്കെ, ഇനി ബോർഡിന്റെ മീറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ് മീറ്റിംഗ്സ്. സെക്ഷൻ 173 പറയുന്നത് മീറ്റിംഗ്സ് ഓഫ് ദ ബോർഡ്. സെക്ഷൻ 173. ഓക്കെ, അപ്പോ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 30 days ഓഫ് ഇൻകോർപ്പറേഷൻ ആദ്യത്തെ ബോർഡ് മീറ്റിംഗ് നടക്കണം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ജനുവരി 1 തീയതി ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് വെക്കാം, രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ് 30 ജനുവരി 30 നടക്കണം. ഓക്കെ, എല്ലാ കമ്പനിയും അറ്റ്ലീസ്റ്റ് 4 ബോർഡ് മീറ്റിംഗ്സ് പെർ ഇയർ നടക്കണം. ഒരു സാമ്പത്തിക വർഷത്തിൽ 4 ബോർഡ് മീറ്റിംഗ് നിർബന്ധമായിട്ട് നടക്കണം. ഓരോ ബോർഡ് മീറ്റിംഗ് തമ്മിലുള്ള ഗ്യാപ്പ് 120 ദിവസത്തിൽ കൂടാൻ പാടില്ല. 120 ഡേയ്സിന്റെ മുകളിലാവാൻ പാടില്ല. 4 നടക്കുന്നില്ല, അതിൽ ഓരോന്നിന്റെയും തമ്മിലുള്ള ഗ്യാപ്പ്, ഇപ്പൊ ഫസ്റ്റ് ബോർഡ് മീറ്റിംഗ്, സെക്കൻഡ് ബോർഡ് മീറ്റിംഗ്, ഇതിന്റെ തമ്മിലുള്ള ഗ്യാപ്പ് 120 ഡേയ്സിന് മുകളിലാവാൻ പാടില്ല. സെക്കൻഡും തേർഡും തമ്മിലുള്ളത് 120 ഡേയ്സിന് മുകളിലാവാൻ പാടില്ല. ഓക്കെ, പിന്നെ ഈ 1% കമ്പനി, സ്മോൾ കമ്പനീസ് ഒക്കെ ആണെങ്കിൽ ദേഴ്സ് എൻ എക്സെപ്ഷൻ. അങ്ങനെ വരുമ്പോൾ എന്താന്ന് വെച്ചാൽ ഡോർമെന്റ് കമ്പനി ആണെങ്കിലും ആക്റ്റീവ് ആയിട്ടുള്ള അല്ലാത്ത കമ്പനി ആണെങ്കിലും അവർക്ക് ഒരു വർഷത്തിൽ 2 ഹാഫ് ഇയർ ഉണ്ടല്ലോ, അത് ഓരോ ഹാഫ് ഇയറിലും ഒരു മീറ്റിംഗ് വെച്ച് നടത്തിയാൽ മതി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ അങ്ങനെ നടത്തുമ്പോൾ അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ്, 2 മീറ്റിംഗേ ഉള്ളൂ, 1, 2, അത് രണ്ടും തമ്മിലുള്ള ഗ്യാപ്പ് മിനിമം 90 ഡേയ്സ് ആയിരിക്കണം. 90 ഡേയ്സിന്റെ കൂടാം, പക്ഷെ 90 ഡേയ്സിൽ താഴെ ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഈ മീറ്റിങ്ങുകളിലൊക്കെ ഡയറക്ടേഴ്സിന് വേണമെങ്കിൽ വീഡിയോ കോൺഫറൻസ് വഴിയും പങ്കെടുക്കാം. ഓക്കെ, അതായത് ഇപ്പൊ സൂമിലൂടെയൊക്കെ വേണമെങ്കിൽ അവർക്ക് പങ്കെടുക്കാം. ഗൂഗിൾ മീറ്റ്, സൂം വഴിയൊക്കെ ഡയറക്ടേഴ്സിന് പങ്കെടുക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഓരോ ബോർഡ് അംഗങ്ങൾക്കും എന്നാണോ മീറ്റിംഗ് നിശ്ചയിച്ചിരിക്കുന്നത് അതിന്റെ 7 ദിവസം മുമ്പെങ്കിലും ഇതിന്റെ നോട്ടീസ് കിട്ടിയിട്ടുണ്ടാവണം. മീറ്റിംഗിന്റെ നോട്ടീസ് 7 ദിവസത്തിന് മുമ്പെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. അതെങ്ങനെ വേണേൽ അയക്കാം. പോസ്റ്റിലൂടെ അയക്കാം, നേരിട്ട് ഹാൻഡ് ഡെബിൾഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ട് അയക്കാം, ഇലക്ട്രോണിക് മീൻസ് വഴിയൊക്കെ അയക്കാം. ഓക്കെ, ഇനി ഈ പറഞ്ഞ 7 ദിവസത്തെ നോട്ടീസ് ഇല്ലാണ്ട് ഷോർട്ടർ നോട്ടീസിലും വേണമെങ്കിൽ മീറ്റിംഗ് വിളിക്കാം. പക്ഷെ അങ്ങനെ വരുമ്പോ ഒരു ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും ആ മീറ്റിംഗിൽ ഉണ്ടാവണം. അറ്റ്ലീസ്റ്റ് 1 ഇൻഡിപെൻഡന്റ് ഡയറക്ടർ എങ്കിലും ഉണ്ടാവണം ആ മീറ്റിംഗിൽ. ഷോർട്ട് നോട്ടീസിൽ വിളിക്കുകയാണെങ്കിൽ അങ്ങനെ ആ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ ആ മീറ്റിംഗിൽ പങ്കെടുത്തില്ലെങ്കിൽ പോട്ടെ, പിന്നെ ഒരു ദിവസം, അതിന്റെ അടുത്ത ഏതെങ്കിലും ദിവസം ഈ മീറ്റിംഗിൽ എടുത്ത ഡിസിഷൻസ് അത് ഈ ഇൻഡിപെൻഡന്റ് ഡയറക്ടർ റാക്ടിഫൈ ചെയ്താൽ മതി. അത് പറഞ്ഞാൽ ഇത് ഓക്കെയാണ്, എന്റെ അറിവോടുകൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നതെന്ന് റാക്ടിഫൈ ചെയ്താൽ മതി. അങ്ങനെ ആയാലും അത് മതി. ഓക്കെ, പിന്നെ അയക്കുന്ന നോട്ടീസിൽ കൃത്യമായിട്ട് ഏത് ദിവസമാണ്, ഏത് സമയത്താണ്, ഏത് ഡേറ്റ് ആണ്, വെന്യൂ ഓഫ് ദ മീറ്റിംഗ്, ഇതെല്ലാം ഉണ്ടാവണം. ഓക്കെ, പിന്നെ അതിൽ ഇലക്ട്രോണിക് പാർട്ടിസിപ്പേഷൻ, അതായത് വീഡിയോ കോൺഫറൻസിംഗ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറ്റുമെന്നുള്ള കാര്യം കൂടി അതിൽ മെൻഷൻ ചെയ്യണം. ഓക്കെ, ഇനി ദർ ഇസ് എ ജനറൽ കോറം റൂൾ. കോറം റൂൾ എന്ന് പറഞ്ഞാല് കോറം ഫോർ ബോർഡ് മീറ്റിംഗ്, അതാണ് സെക്ഷൻ 174 പറയുന്നത്. മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, എന്നാൽ അത് മീറ്റിംഗ് വാലിഡ് ആവുള്ളൂ. ദാറ്റ് ഇസ് നോൺ ആസ് കോറം ഫോർ ബോർഡ് മീറ്റിംഗ്. ഓക്കെ, ഇത് പറയുന്നത് സെക്ഷൻ 174 ഇതിനെ കുറിച്ച് പറയുന്നത്. കോറം എന്ന് പറഞ്ഞാൽ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് റിക്വയർഡ്. ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യണമെങ്കിൽ അതിന് മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ടാവണം. അതിൽ മിനിമം നമ്പേഴ്സ് എത്രയാണെന്ന് വെച്ചാൽ 1/3 ഓഫ് ദ ടോട്ടൽ ഡയറക്ടേഴ്സ്, 1/3 ഓഫ് ടോട്ടൽ ഡയറക്ടേഴ്സ്, ഓർ
2. ഇത് ഏതാണോ ഹയർ അത് പങ്കെടുക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ ടോട്ടൽ ഡയറക്ടേഴ്സ് 6 നിൽക്കുക, 6/3 2 പങ്കെടുത്താൽ മതി. ഓക്കെ. ഇനി ടോട്ടൽ ഡയറക്ടേഴ്സ് 9 നിൽക്കുക, 9/3 3 നിർബന്ധമായിട്ടും പങ്കെടുക്കണം. സോ എങ്ങനെ ഇപ്പൊ വീഡിയോ കോൺഫറൻസിലൂടെ പങ്കെടുക്കുന്ന ആൾക്കാരെയും ഇതിൽ കൗണ്ട് ചെയ്യും. ഓക്കെ. ഇനി കോറം പ്രസന്റ് അല്ല, ആബ്സെന്റ് ആണെന്ന് വെച്ചാൽ മീറ്റിംഗ് നടക്കില്ല, അഡ്ജേൺ ചെയ്യും. എന്നിട്ട് ആ സെയിം ഡേ നെക്സ്റ്റ് വീക്ക്, ഇത് ഈ വെനസ്ഡേ ആണ് മീറ്റിംഗ് നടത്താൻ ഉദ്ദേശിച്ചെങ്കിൽ അടുത്ത ആഴ്ചത്തെ വെനസ്ഡേയിലായിരിക്കും പിന്നെ മീറ്റിംഗ് നടക്കുക. ഇനി അതേപോലെ ഈ ആഴ്ചത്തെ ട്യൂസ്ഡേ ആയിരുന്നെങ്കിൽ അടുത്ത ആഴ്ചത്തെ ട്യൂസ്ഡേ. ഇനി ആ ട്യൂസ്ഡേ ഹോളിഡേ ആണെന്ന് വെക്കുക, അപ്പൊ വെനസ്ഡേയിലേക്ക് മാറും. ക്ലിയർ? പിന്നെ ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഡയറക്ടറിന് അന്ന് ആ ബോർഡ് മീറ്റിംഗിൽ നടത്തുന്ന ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും അയാൾക്ക് പേഴ്സണൽ ആയിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് വെക്കാം. ഉദാഹരണത്തിന് റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യേണ്ടത് എവിടെ നിന്നാണ്, അത് ഈ ഡയറക്ടറിന്റെ കമ്പനിയിൽ നിന്ന് വാങ്ങിയാലോ എന്നാണ് ചർച്ച എന്ന് വെച്ചാല്, അപ്പൊ ആ പെർട്ടിക്കുലർ ആരാണ് ആ ഒരു കമ്പനി റോ മെറ്റീരിയൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കമ്പനി ഓൺ ചെയ്യുന്നത്, അയാളിനെ ഇവിടെ കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അയാളിനെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർ ഈ കോറം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഈ കോറം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ഉണ്ടായാൽ പോരാ, എൻറ്റയർ മീറ്റിംഗ് ഉണ്ടാവണം. ഓക്കെ. ഇഫ് ഡയറക്ടർ ലീവ്സ് ആൻഡ് കോറം ഫോൾസ് ബിലോ ദ റിക്വയർഡ് നമ്പർ, മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. തുടങ്ങുമ്പോ 9 പേര് ടോട്ടൽ ഉണ്ട്, അതിൽ 3 പേര് തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ 3 ഡയറക്ടർ ഉണ്ടായിരുന്നു, അപ്പോ 1/3 ഈസ് സാറ്റിസ്ഫൈഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പോയി നിൽക്കുക, അപ്പോ മീറ്റിംഗ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അതാണ് പറയുന്നത്. ഓക്കെ. ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട്. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഓക്കെ. താങ്ക് യു.